യൂറോപ്പിലെ ഏറ്റവും അധികം സാധ്യതകളുള്ള രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിലോട്ട് ജോലിക്കായും പഠിക്കാനുമായി എത്തുന്ന മലയാളികളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജർമ്മനിയിൽ പുതിയ നിയമമാറ്റങ്ങൾ വേണമെന്ന ആവശ്യവുമായി വലിയ റാലികൾ തുടങ്ങിയതും. 2 ലക്ഷത്തോളം പേർ പങ്കെടുത്ത റാലിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എങ്കിലും നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ജർമ്മനിയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം സാധ്യതകൾ നൽകുന്ന രാജ്യമാണ് ജർമ്മനി. എങ്ങനെയാണ് ജർമ്മനിയിലോട്ട് വരാൻ കഴിയുക, നഴ്സുമാരായി എങ്ങനെ എത്താൻ കഴിയും, നഴ്സിംഗ് പഠിക്കാനായി വരുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതും ഫ്രീ ആയി തന്നെ നഴ്സിംഗ് പഠിക്കാനുള്ള ധാരാളം സാധ്യതകൾ ജർമ്മനിയിലുണ്ട്. അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജർമ്മനിയിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടായ കാര്യമല്ല. ഏറ്റവും പ്രധാനമായും വേണ്ടത് ഓൺലൈനിൽ ഡയറക്റ്റായി അപ്ലൈ ചെയ്യുക. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജോലികൾക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാം. ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈസിയായി അപ്ലൈ ചെയ്തുകൊണ്ട് ജോബ് ഓഫർ ലഭിക്കുകയും പിന്നീട് മറ്റ് ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്തുകൊണ്ട് ജർമ്മനിയിലോട്ട് എത്താം. അതിൽ ഏറ്റവും പ്രധാനമായുള്ള ക്രൈറ്റീരിയ വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതുകൂടാതെ ജർമ്മൻ ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മൻ നന്നായി സംസാരിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവുണ്ടാകണമെങ്കിൽ തീർച്ചയായും B2 ലെവലിലുള്ള ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ മിക്ക ജോലികൾക്കും വളരെ പെട്ടെന്ന് തന്നെ ജർമ്മനിയിലോട്ട് എത്താം. അവർ പ്രിഫർ ചെയ്യുന്നതും ജർമ്മൻ ലാംഗ്വേജ് അറിയാവുന്നവർക്കാണ്. എന്നാൽ IT ഉൾപ്പെടെയുള്ള ചില ജോലികൾക്ക് ജർമ്മനിയിലോട്ട് വരുന്നതിന് ബേസിക് ജർമ്മൻ സ്കിൽ ഉണ്ടായാൽ മതി. ഇംഗ്ലീഷ് പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കമ്പനികളുടെ കാര്യത്തിലാണെങ്കിൽ ചില സമയങ്ങളിൽ സെലക്ട് ചെയ്യുമെങ്കിലും കോമൺ ആയും പ്രിഫർ ചെയ്യുക ജർമ്മൻ ലാംഗ്വേജ് അറിയാവുന്നവർക്ക് തന്നെയാണ്. ജർമ്മനി ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമായതുകൊണ്ടും സാലറിയുടെ കാര്യത്തിൽ വളരെ ഉയർന്ന സാലറി നൽകുന്ന ഒരു രാജ്യമായതുകൊണ്ടും സാധാരണ സ്കിൽഡ് ജോലികൾക്കൊക്കെയുള്ള ശരാശരി സാലറി 3000 മുതൽ 4000 യൂറോ വരെയാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് ഹൈ സാലറി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരും ജർമ്മനിയിലോട്ട് എത്താനായി ആഗ്രഹിക്കുന്നതും. ജർമ്മൻ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണെങ്കിലും തീർച്ചയായിട്ടും B2 ലെവലിലുള്ള ലാംഗ്വേജ് സ്കില്ലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും നല്ലൊരു കരിയറുമാണ് അവർക്ക് ലഭിക്കുന്നത്. നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ സാലറി വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ലൊക്കേഷനെ അനുസരിച്ച് അവരുടെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് എക്സ്പീരിയൻസിനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് സാലറി ലഭിക്കുക. പ്രധാനമായും സിറ്റി ഏരിയകളിൽ തന്നെയാണ് സാലറി കൂടുതലുള്ളത്. മറ്റു പ്രദേശങ്ങളിൽ സാലറിയിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനാകും. നഴ്സുമാർക്ക് ശരാശരി 3000 മുതൽ 4000 യൂറോ വരെ ഈസിയായി ഏൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ജർമ്മനിയിൽ പൊതുവായുള്ളതും. ബെർലിൻ ഉൾപ്പെടെയുള്ള പ്രധാന സിറ്റികളിലാണ് ജോലിയെങ്കിൽ 4000 യൂറോ വരെ നഴ്സുമാർക്ക് ഈസിയായി സാലറി ഏൺ ചെയ്യാനാകും. ഏറ്റവും അധികം ഒഴിവുകൾ നിലനിൽക്കുന്ന മേഖലയാണ് ഹെൽത്ത് കെയർ, IT, എഞ്ചിനീയറിംഗ്, ടീച്ചിങ് തുടങ്ങിയ മേഖലകൾ. ഇത്തരം ജോലികളിലോട്ടാണ് ധാരാളം പേർ ജർമ്മനിയിലോട്ട് എത്തുന്നതും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം പേർക്ക് എത്താൻ കഴിയുന്ന വിസ കാറ്റഗറികളാണ് ഈ മേഖലയിലുള്ളതും. പ്രത്യേകിച്ചും നഴ്സുമാരുടെ കാര്യത്തിലാണ് ഏറ്റവും എളുപ്പത്തിൽ ജർമ്മനിയിലോട്ട് വരാനാവുക. അതുകൂടാതെ ഫ്രീ ആയി നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷനും ജർമ്മനി നൽകുന്നു. പല ഏജൻസികളും ലക്ഷക്കണക്കിന് രൂപ ചാർജ് ചെയ്തുകൊണ്ട് നഴ്സുമാർക്ക് അഡ്മിഷൻ നൽകുന്ന രീതി ജർമ്മനിയിലുണ്ടെങ്കിലും തനിയെ യാതൊരു ക്യാഷും മുടക്കാതെ ഫ്രീ ആയി ജർമ്മനിയിലോട്ട് വരാൻ കഴിയുന്ന ധാരാളം സാധ്യതകൾ നിലനിൽക്കുന്നു. ആർക്കും ഒരു ക്യാഷും നൽകാതെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നേടിക്കൊണ്ട് ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്ഷൻ ധാരാളം മലയാളി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാമെങ്കിലും +2 കഴിഞ്ഞവർക്കാണ് ജർമ്മനിയിൽ ഏറ്റവും എളുപ്പത്തിൽ എത്താനായി സാധിക്കുക. +2 കഴിയുന്ന ഉടൻ തന്നെ ജർമ്മനിയിലെ പല പ്രദേശങ്ങളിലുള്ള നഴ്സിംഗ് കോളേജുകൾ സെർച്ച് ചെയ്തുകൊണ്ട് ഡയറക്റ്റായി സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഓപ്ഷനെ കുറിച്ച് അന്വേഷിക്കാം. ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇമെയിലായി അയച്ചാൽ മതി. ഏറ്റവും പ്രധാനമായുള്ളൊരു കാര്യം, നഴ്സിംഗ് പഠിക്കാൻ വരുന്നവർക്ക് B2 ലെവലിലുള്ള ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. B1 ലെവലിലുള്ള ലാംഗ്വേജും ചില സ്ഥലങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും B2 ആണ് പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ B2 ലെവലിലുള്ള ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. പലരും കരുതുന്ന പോലെ ജർമ്മൻ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം, വളരെ പെട്ടെന്ന് തന്നെ B1 B2 പാസ്സാകാം എന്ന് കരുതുകയാണെങ്കിൽ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. തീർച്ചയായും നല്ല ഹാർഡ് വർക്ക് വേണം. 1.5 വർഷക്കാലം പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പാസ്സാകാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് B2 പാസ്സാകുന്നതിന് വേണ്ടി. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുന്ന പൊതു സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇംഗ്ലീഷ് ബേസിക് ലാംഗ്വേജായി അറിയാവുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ IELTS OET പാസ്സായിക്കൊണ്ട് മറ്റ് ഇംഗ്ലീഷ് രാജ്യങ്ങളിലോട്ട് പോവുകയാണ് ഏറ്റവും എളുപ്പം. ജർമ്മനിയിലോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. B2 ലെവൽ ലാംഗ്വേജ് പാസ്സാവുക എന്നുള്ളത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാളും 4-5 ഇരട്ടി ബുദ്ധിമുട്ടാണ് B2 ലെവൽ പാസ്സാവുക എന്നുള്ളത്. എന്നാൽ ജർമ്മനിയിൽ ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്ഷനുകൾ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ ജർമ്മനിയിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് B2 പാസ്സായിക്കൊണ്ട് ജർമ്മനിയിൽ എത്താനുമാകും. ജർമ്മനിയിൽ സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ബോണസ് ഉൾപ്പെടെയുള്ള ബെനിഫിറ്റുകളാണ് ജർമ്മനി നൽകുക. ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് സാലറി വർദ്ധിപ്പിച്ചിരുന്നു. നഴ്സുമാരുടെ ഷോർട്ടേജ് രാജ്യമെങ്ങും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നഴ്സിംഗ് ജോലികൾ കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റാനും വിദേശ
രാജ്യങ്ങളിലുള്ള ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് നഴ്സുമാരെ ജർമ്മനിയിലോട്ട് സ്വാഗതം ചെയ്യുന്ന നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നതും ഫാമിലി യൂണിഫിക്കേഷനും വലിയ പ്രാധാന്യമാണ് ജർമ്മനിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്കിൽഡ് വിസ കാറ്റഗറികളിൽ എത്തുന്നവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല. ജർമ്മനിയിൽ സ്ഥിരമായി നിൽക്കാനും സെറ്റിൽ ചെയ്യാനുമുള്ള സാധ്യതകൾ കൂടിയാണ് നഴ്സുമാരുൾപ്പെടെയുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിന് ലഭിക്കുക. വളരെ എളുപ്പത്തിൽ ജർമ്മനിയിൽ എത്താനും ജോലി ചെയ്യാനും കഴിയുന്ന അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ പൊതുവെ നിലനിൽക്കുന്നതും. നഴ്സിംഗിന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി 4 വർഷക്കാലമാണ് ജർമ്മനിയിലുള്ളത്. ഫ്രീ ആയി നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുന്നതിന് മുൻപായി അവർ പ്രധാനമായും ചെക്ക് ചെയ്യുന്നത് ഈ ഒരു കാൻഡിഡേറ്റിന് നഴ്സിംഗ് പഠിക്കാൻ റിയലായി താല്പര്യമുണ്ടോ, അവർക്ക് ഈ ഒരു ഫീൽഡിൽ ശരിയായ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി അവർ ഏതെങ്കിലും ഇന്റേൺഷിപ്പ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടോ, നഴ്സിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, സയൻസ് ബാക്ക്ഗ്രൗണ്ടിലാണോ അവർ പഠിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും +2 സയൻസ് സബ്ജക്റ്റുകൾ പാസ്സായവർക്ക് മുൻഗണനയും ലഭിക്കും. മറ്റ് പല രാജ്യങ്ങളിലും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമല്ലെങ്കിൽ ജർമ്മനിയുടെ കാര്യത്തിൽ അവർ പ്രിഫർ ചെയ്യുക സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചവർക്കാണ്. വളരെ ഈസിയായി യാതൊരു ക്യാഷും ആർക്കും നൽകാതെ എളുപ്പത്തിൽ ജർമ്മനിയിലോട്ട് വരാം. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകേണ്ട യാതൊരു കാര്യവുമില്ല. നിരവധി സ്റ്റുഡൻസ് ആണ് ഓൺലൈനിൽ ഫ്രീ ആയി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് നേടി ജർമ്മനിയിലോട്ട് വരുന്നത്. ഇതൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലാംഗ്വേജുമായി ഇടപഴകിയാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. ഓൺലൈനിലൂടെ ആണെങ്കിലും കണ്ടിന്യൂസ് ആയി നിരന്തരമായി ശ്രമിക്കുകയാണെങ്കിൽ ഈസിയായി പാസ്സാകാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം കാൻഡിഡേറ്റ്സിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് വ്യാപകമായ ഷോർട്ടേജുകളാണ് പ്രധാന രാജ്യങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ്, IT, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ ധാരാളം അവസരങ്ങൾ നിലവിൽ വന്നു. ഈ സാഹചര്യത്തിൽ മറ്റ് നെയ്ബറിംഗ് കൺട്രീസിൽ നിന്നും ആവശ്യത്തിന് കാൻഡിഡേറ്റിനെ കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ നിയമിക്കാനുള്ള തീരുമാനം കമ്പനികളും സ്വീകരിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ലാംഗ്വേജിന് പ്രിഫറൻസ് നൽകിക്കൊണ്ട് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഈ ജർമ്മൻ ലാംഗ്വേജ് സ്കില്ലും ഉള്ളവർക്ക് എളുപ്പത്തിൽ ജോലി നൽകുന്നതിനുള്ള നടപടികൾ കമ്പനികൾ ആരംഭിച്ചതും വിസ നിയമങ്ങളിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചതും. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കിൽഡ് ജോബ് കാറ്റഗറികളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജർമ്മനിയിലോട്ട് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാം. ആർക്കും യാതൊരു ക്യാഷും നൽകാതെ എളുപ്പത്തിൽ ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാനും സെറ്റിൽ ചെയ്യാനും ഫാമിലിയെയും ഒപ്പം കൊണ്ടുവരാനുമുള്ള സാധ്യതകൾ കൂടിയാണ് ജർമ്മനി നൽകുന്നത്. കുറേ കാലം ജർമ്മനിയിൽ ജോലി ചെയ്തതിന് ശേഷം മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് വന്ന് സെറ്റിൽ ചെയ്യുന്നതിലൂടെ ലഭിക്കുക. ജർമ്മനിയിൽ പലതരത്തിലുള്ള വിസകളുണ്ട്. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ, ജർമ്മനിയിലെ ബ്രാഞ്ചുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യയിലും ജർമ്മനിയിലും ബ്രാഞ്ചുകളുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന വിസയാണ് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എങ്കിൽ മറ്റ് ബ്ലൂ കാർഡ് ഓപ്ഷനിൽ വരാം. ജോബ് സീക്കർ വിസയിൽ പോലും ജർമ്മനിയിൽ വന്ന് ജോലി കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ഉറപ്പായും ജോലി ലഭിക്കുന്നതിനും സെറ്റിൽ ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്ന് തന്നെ ഡയറക്റ്റായി അപ്ലൈ ചെയ്തുകൊണ്ട് വർക്ക് വിസ ലഭിച്ച് ജർമ്മനിയിലോട്ട് വരികയാണ് ഏറ്റവും നല്ലതും. ജോബ് സീക്കർ വിസയിൽ ജർമ്മനിയിൽ എത്തുന്ന പലർക്കും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല എന്ന പരാതി പൊതുവെയുണ്ട്. അതുകൊണ്ട് തന്നെ റിക്വയർഡ് ജർമ്മൻ ലാംഗ്വേജ് സ്കില്ലും മറ്റ് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ ഡയറക്റ്റായി കമ്പനികളിൽ അപേക്ഷിച്ച് അവരുടെ സ്പോൺസർഷിപ്പ് വഴി ജർമ്മനിയിലോട്ട് വരികയാണ് സജസ്റ്റീവ് ആയിട്ടുള്ളതും. അപ്പോൾ ജർമ്മനിയിൽ ഫ്രീ ആയി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റികളെ ഡയറക്റ്റായി കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇമെയിൽ അയക്കുക. ജർമ്മനിയിൽ ഓരോ വർഷവും 2 ഇൻടേക്കാണുള്ളത്. വിന്റർ ഇൻടേക്കും സമ്മർ ഇൻടേക്കും. ഈ 2 ഇൻടേക്കിലും കണ്ടിന്യൂസ് ആയി അപേക്ഷിക്കുക. ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയി ജർമ്മനിയിലോട്ട് എത്താൻ കഴിയുന്ന ധാരാളം സാധ്യതകളാണ് നിലനിൽക്കുന്നതും. ധാരാളം അപ്ഡേറ്റുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കുടിയേറ്റം കുറയ്ക്കണമെന്ന ആവശ്യവുമായി പൊതുവായുള്ള റാലികൾ ജർമ്മനിയിൽ ഉണ്ടാകുന്നു. അനധികൃത കുടിയേറ്റം തടയണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. സ്കിൽഡ് മൈഗ്രേഷനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ജോലികൾക്ക് ആവശ്യമായ കോഴ്സുകൾ പഠിക്കുന്നതിനൊന്നും ജർമ്മനിയിൽ യാതൊരു തടസ്സവുമില്ല. തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വെൽക്കം ചെയ്യുന്ന നിലപാടുകൾ തന്നെയാണ് ജർമ്മൻ ഗവൺമെന്റ് എപ്പോഴും സ്വീകരിക്കുന്നത്. ധാരാളം വാർത്തകളാണ് ജർമ്മനിയിൽ നിന്നും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ അപ്ഡേറ്റുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.